ഹലോ ആ ചിറ്റി ചിറ്റി പുറത്തെടുത്തു. അല്ല സംഭവത്തിന്റെ അണ്ണാക്ക് വരെ കാണാലോ. കുഞ്ഞാതൊന്നും എടുക്കല്ലേ. ശേ അപ്പൊ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം നമ്മള് നമ്മുടെ ഭിത്തിയൊക്കെ കെട്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പണി കാരണം നമ്മുടെ രണ്ടുപേരുടെ കൈ നല്ല അവസ്ഥയായിട്ടുണ്ട്. അത് കാരണം ഇന്ന് നമുക്ക് വർക്കൊന്നും നടന്നില്ലല്ലോ. ഞാൻ കൈ കണ്ടോ പൊള്ളി ഇരിക്കുന്നേ? എന്തേ കാണുന്നുണ്ടോ? കുത്തു 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 വീണേക്കുന്നുണ്ടോ കയ്യില്? ഇങ്ങനെ കണ്ടോ വിരലില് ചുമന്നിരുന്നിട്ട്? ഇത് നിന്നോട് നേരത്തെ കൂട്ടുകാർ പറഞ്ഞാണ് സിമെന്റ് തൊടുമ്പോ നിന്നോട് ഗ്ലൗസ് തന്നെ. അപ്പൊ അതുകൊണ്ട് പണി കിട്ടി. അപ്പൊ നമ്മളിന്ന് റെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ റെസ്റ്റ് ആയതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്തു. നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ചു. ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന ആരാ തരാന്ന് പറഞ്ഞിട്ട് പോയതാട്ടോ. അപ്പൊ ഒരു കോള് വിളിച്ച് ഒറ്റ പോക്ക് വന്നല്ലോ. വന്നല്ലോ. പൊന്നാണ്ട് നമ്മളെ ന്യൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൈ പൊള്ളിയതിന്റെ വക ചെലവ്. പിന്നെ പുകയോ? ഫ്രഞ്ച് ഫ്രൈസോ? ഫ്രഞ്ച് ഫ്രൈസ് അതിപ്പോ അതൊക്കെ ഉണ്ട്. നീ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ നടക്കും. അപ്പൊ ചിക്കൻ നൂഡിൽസിനുള്ള ചിക്കൻ ഉണ്ട്, മുട്ടയുണ്ട്, എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നൂഡിൽസ് എടി ഒരു 3 മിനിറ്റ് മതി നൂഡിൽസ് ആവാൻ വേണ്ടിട്ട്. അരമണിക്കൂർ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരമണിക്കൂറായത് നീ പറയുന്നല്ലോ ആണോ? ഉണ്ടാക്കത്തൂല്ല. എന്റെ എന്താ പറയൂല, പണ്ടത്തെ കാരണന്മാര് പോരും വരുമ്പോൾ ഇവൻ അങ്ങനെയല്ല. പശു തിന്നത്തുമില്ല, കാളനോട്ട് തിരിക്കത്തുമില്ല. അതറിയാം. അറിഞ്ഞോണ്ട് തന്നെ ഇത് പറയുന്ന കേട്ടോ. അങ്ങനെ എന്തോ ആണ് കേട്ടോ. പൊന്ന് പഴഞ്ചൊല്ലം അറിയാവുന്നോണ്ട് പൊന്ന് പിടിച്ചിരുന്നു. കയ്യിലെന്താ നിന്റെ മസാലയോ? അത് കന്നേ നൂഡിൽസിനുള്ള മസാലയും കൊണ്ടാട്ടോ പെണ്ണ് നടക്കുന്നേ. അങ്ങനെ കേട്ടോ, ഷാളായിട്ട് കേട്ടോ. ഷാള് സൂപ്പർ ഷാളാണല്ലോ കിട്ടിയേക്കുന്നേ. കുഞ്ഞാ ഇതിനകത്ത് മസാലയും കൂടി ഇടണം. നീ എന്താ ചുമ്മാ ഇതാക്കുന്നേ? എടാ മസാല നിന്നെ മോൾ എടുത്തോട്ട് പോയി ചോദിക്കുന്നു. സ്കൈ വാ, ആ മസാലയും കാട്ട്, മസാല ആട്ട്. കണ്ട് ചോദിച്ചപ്പോഴേ തന്നല്ലോ കൊച്ച്. മെഴുകുതിരി കത്തിച്ച് തന്നോ? ഒന്നും വിചാരിക്കണ്ട, കറണ്ട് പോയാൽ പേടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. കറണ്ട് പോയാൽ പിന്നെ ചാർജായിരിക്കും. നിക്ക് ഇടട്ടെ. എണ്ണ തെറിക്കും. എണ്ണ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്റെ നൂഡിൽസ് റെഡി. ഉണ്ടാക്കിട്ടോ. തുടങ്ങി മരിച്ചോണ്ട് പോവാ. കൊടുക്കടി അതിന്. സ്കൈ വിട്ടേ. അപ്പയ്ക്ക് പറ്റിച്ച് എന്നാ പറഞ്ഞിട്ട് വാങ്ങിച്ചു. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം പൊന്നുതാണ്ട് എല്ലാം കൂടെ ഇട്ട് മിക്സ് ആക്കാൻ വേണ്ടി പോവാണേ. ചിക്കൻ എഗ് ആൻഡ് നൂഡിൽസ്. അതാണ് ചിക്കൻ എഗ് നൂഡിൽസ്. എങ്ങനെയുണ്ട്? കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. തിന്നുമ്പോ അറിയാം. മുട്ട ഞാനാട്ടോ പൊരിച്ചത്. ഉപ്പ് നല്ല ഹൈ ആയിട്ട് തീ കൂട്ടിച്ചിട്ട് ഇങ്ങനെ പൊരിക്കേ. ആയില്ലേ? കഴിക്കുമല്ലേ? കഴിക്കാം. അപ്പൊ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കഴിക്കാൻ പോവാണ്. ദേ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാരങ്ങാച്ചാറുണ്ട്, കെച്ചപ്പ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യുന്നുണ്ടോ? ഇരിക്കുന്നൊക്കെ പപ്പന്റെ വഴിയില്. പപ്പന്റെ ബനിയനിലൊക്കെ എന്തോ തൂത്തു വെച്ചു കേട്ടോ പെണ്ണ്. കഴിക്കാം. അപ്പൊ കഴിച്ചിട്ട് കാണാം കൂട്ടുകാരെ. കഴിക്കുമ്പോ വീഡിയോ ഇല്ല. നീ ഇതെന്താ നൂഡിൽസ് എന്റെ ഇടയിൽ വന്നേ? പല്ല് പൊട്ടിയോ? പല്ല് പൊട്ടിയതല്ല, പല്ലിന്റെ ഇടയിൽ പല്ലല്ലോ. എനിക്ക് തരാണ്ട് കൊറേ ചിക്കൻ മാത്രം ഇവന്റെ പ്ലേറ്റ് കോരിട്ടിട്ട് ഇവന് ആദ്യം ഓടിപ്പോയിരുന്നതാട്ടോ. പൊട്ടി പല്ല് പൊട്ടി. രണ്ട് പല്ലിന്റെ ഇടയിലായിരുന്നു എടുക്കായിരുന്നു. ഇത് പക്ഷെ ഒരു അമപ്പല്ലിന്റെ ഇങ്ങനല്ലേ ഷേപ്പ്. കറക്റ്റ് കുഴിന്റെ ഉള്ളിൽ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇത്ര ചാക്കാൻ പറ്റുള്ളൂ. പുളിക്കുവോ പല്ല്? നീ അപ്പുറ വശത്തും കൊണ്ട് തിന്നു. അപ്പുറ വശം
ടച്ചാവും ഇവിടെ നിർത്തിട്ടോ ടച്ചാവും. നീ എടുത്തിട്ട് വാ, ഞാൻ പോയിട്ട് കഴിക്കട്ടെ. എന്തെന്നാടി കണ്ടു ടെൻഷൻ അവന്, ഞാൻ ഇവിടെ നിക്കണോ, അതാണ് അവന്റെ ഇപ്പത്തെ പ്രശ്നം. എടുക്ക്, ഞാൻ എടുത്തരണോ? താഴെയാണോ? അല്ല സംഭവം അണ്ണാക്ക് വരെ കാണാലോ. ഞാൻ എടുക്കല്ലേ. എടാ അതൊന്നും കണ്ടിട്ടില്ല, നിൽക്കണ്ട, ഇവന് ടെൻഷനാട്ടോ. ചൂട് ഇപ്പൊ പോകും നൂഡിൽസിന്റെ. നീ കഴിച്ചിട്ട് എടുക്കാടാ. എടി കഴിക്കാൻ പറ്റുന്നില്ല. എന്നാ പല്ല് കേടാ, പല്ല് പൊട്ടിയതായിരിക്കും മിക്കവാറും. പൊട്ടിയിട്ട് അതിന്റെ ഒരു പീസ് കേറി ഇരിക്കുന്നുണ്ടാവും. എന്റെ മമ്മി പല്ലിന്റെ ഇടയിൽ എല്ലാം കുത്തി കീറിയിരിക്കും. അപ്പൊ ഞാൻ എങ്ങനെ തിന്നാനാ? എന്താ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. കൂട്ടുകാരെ എന്തായാലും എല്ലൊക്കെ പല്ലി കുടുങ്ങിയെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോ. പൊന്നൊരു സർപ്രൈസും കൊണ്ട് വാതിലിന്റെ പുറകിൽ ഒടിച്ചിരിക്കുന്നുണ്ടേ. ഓടി വാ കുഞ്ഞിപ്പെണ്ണ് വിളിക്കുന്ന പോലെ. കത്രി വേണ്ട, അല്ലാണ്ട് ഓടിക്കാം. നമുക്കൊരു സാധനം പാഴ്സൽ വന്നിട്ടുണ്ട് കൊറിയർ ത്രൂ. അപ്പൊ നമുക്കിപ്പോ വന്നിട്ടുണ്ട്. എന്താ സാധനം നോക്കാം കേട്ടോ. സംഭവം എന്താന്നുള്ളത് എനിക്കറിയാട്ടോ. എനിക്കും ക്ലൂ ഉണ്ട്. എന്താ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച അല്ലേ? ഇവന് നോക്കുന്നുണ്ടല്ലോ. ഞാനത് പറഞ്ഞു. അതെന്താന്നറിയോ, ഇതില് പിന്നെ ആ സംഭവത്തിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. എന്താണ് സാധനം എന്ന് വെച്ചാല് സർപ്രൈസ് കളയരുത്. ഇത് പിടിച്ചോ, മുറുക്ക് പിടിച്ചോട്ടോ. കൂടിയാണ് പൊട്ടിക്കാൻ പോകുന്ന കൂട്ടുകാരെ. പൊട്ടിച്ചോ. വാ, നീയും വാ. നീ പൊട്ടി, ഞാൻ വീഡിയോ എടുത്തോളാം. പൊട്ടിക്ക്. സമ്മതാണല്ലോ. സമ്മതം ഞാൻ പറയട്ടെ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ സ്റ്റുഡിയോയിലേക്കുള്ള ഫസ്റ്റത്തെ ഗിഫ്റ്റ് ആട്ടോ. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാള് നമുക്ക് അയച്ചു തന്നതാണ് കേട്ടോ. നമ്മുടെ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലേക്കുള്ള ഒരു ഗിഫ്റ്റ് അവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞു. സ്റ്റുഡിയോയിലേക്ക് ഒരു സ്റ്റുഡിയോയിൽ നിന്ന് വന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതൊരു കൊളാബറേഷൻ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. അതൊന്നും അല്ല കേട്ടോ. അതൊന്നും പറയണ്ടെന്നൊന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിന് വേണ്ടിട്ടോ പരസ്യം ചെയ്യാനോ ഒന്നുമല്ല. പക്ഷെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്ന ഫസ്റ്റത്തെ ഗിഫ്റ്റ് അല്ല. അപ്പൊ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അതെ. അവർ പേര് പറയുന്ന പറഞ്ഞെങ്കിലും നമുക്ക് പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കിട്ടിയ ഫസ്റ്റത്തെ ഗിഫ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടും. നിങ്ങൾ അറിയണല്ലോ അല്ലേ? അവരുടെ ആ സ്റ്റുഡിയോയിലെ ബോട്ടിൽ സ്റ്റുഡിയോ എന്നാട്ടോ നെയിം. ബോട്ടിൽ സ്റ്റുഡിയോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബോട്ടിൽ സ്റ്റുഡിയോ എന്നാണ്. അതിൽ ഒരുപാട് മറ്റേ കുറെ വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് ഇരുന്ന് നോക്കുന്നത്. പക്ഷെ അതിൽ കുറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താന്നുള്ളത് നോക്കട്ടെ. ഹലോ. പുറത്തെടുത്തു. അങ്ങനെയല്ല. പൊട്ടും. ബബിൾ റാപ്പ് നമ്മൾ അച്ചാറായിക്കുന്ന പോലെ ബബിൾ റാപ്പ് ഒക്കെ ബബിൾ റാപ്പിന്റെ വില എന്തോന്ന് എനിക്ക് നല്ലോണം. ഞാനാണ് ഇവിടെ ബബിൾ റാപ്പും കളയാറ്, ചുറ്റാറ്. കാണാൻ ഇൻട്രസ്റ്റ് ആയി അല്ലേ? എന്താ സാധനം നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വേണ്ട ഫസ്റ്റത്തെ സാധനം അല്ലേ? എന്താണ് എങ്ങനെ ഇരിക്കുന്നത്? ബോട്ടിലാർത്താണ്. അതില് എന്തായിരിക്കും നമുക്കൊരു നിന്റെ ഫോട്ടോ ഒന്നും ആയിരിക്കില്ല, എന്റെ ഫോട്ടോ ആയിരിക്കും. ഹലോ, കുപ്പിയാ കുപ്പി. എന്താ കാടൊക്കെ ഉണ്ട്. അയ്യോ, പവർ കട്ടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇത് പവർ കട്ട്. ബോട്ടിൽ സ്റ്റുഡിയോ. ഓപ്പൺ ചെയ്യ്. താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല രസമായില്ലേ? ഒട്ടിക്കല്ല, പൊട്ടിക്ക്. ഇതെനിക്ക് ഇഷ്ടമായിട്ടോ. തുറന്നോ. കരണ്ട് പോയത് നന്നായി. ഇതിൽ ലൈറ്റ് ഒക്കെ ഉണ്ട്. ആണോ? എന്നോളെ എഴുതിക്കുന്നു. അതിനപ്പുറം കാണിച്ചേ.
സാംബോ ആൻഡ് പൊന്നു സ്കൈ ബേബി ദേ നമ്മുടെ പേര്. എങ്ങനെയുണ്ട് കുപ്പി കുപ്പി? ഈ ലൈറ്റ് ഓഫ് ആക്കാം. അപ്പൊ ലൈറ്റ് ഇടാം ഇതില്. റെഡി? ഓണയ്ക്കോ? ഇതിങ്ങനെയല്ല തോന്നുന്നു ഇതിന്റെ വർക്ക്. എന്താ എന്താണെന്നറിയോ? നമ്മൾ ഊരണം. ഊരണോ? ഊരണ്ടേ? ആ സ്വിച്ച് കുഞ്ഞ അല്ലടാ, ഇതൊന്നും വലിക്കണം തോന്നുന്നു. ശരി. കണ്ടോ? ലവ് പൊന്നു ലവ് സ്കൈ ബേബി. ഇതാണ് കൊറിയർ വന്നത്. നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന പേരൊക്കെ വന്നിട്ട് കേട്ടോ. അടുത്ത കുപ്പി എടുക്ക്. എന്താ സുഗന്ധിക്കൊന്നും ഒരു പ്രശ്നമല്ല. സുഗന്ധി ഇങ്ങനെ തന്നെ. സുഗന്ധി കുപ്പി കുപ്പി. വെറുതെ വീണ് കളിക്കുവാട്ടോ. അപ്പൊ അടുത്ത പൊട്ടിക്കാൻ വേണ്ടി നമ്മുടെ സാമ്പോൾ ബേസിനെ അല്ല സാമ്പോയിനെ ഫോൺ എടുക്കരുത്. അവക്ക് ഹലോ വിളിക്കാനാട്ടോ. ബോട്ടിൽ കണ്ടപ്പോ ലൈറ്റ് ഒക്കെ കണ്ടേരെ പെണ്ണുങ്ങ സന്തോഷായി പോയി. ഇല്ല നെയ്യല്ലേ കത്രിക വേണ്ടെന്ന് പറഞ്ഞേ. മുട്ടി തെറിച്ചല്ലേ നടക്കുന്നേ. സാമ്പു കുപ്പിയാണോ പൊട്ടിക്കുന്നേ? ഇത് ബബിൾ റാപ്പ് പൊട്ടിച്ചോ? നല്ലോണം പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരെന്തായാലും. സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ബാംഗ്ലൂരിൽ നിന്നാന്ന് തോന്നുന്നു അല്ലെ ഞാൻ അത് വന്നേ. അയ്യോ നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഫ്ലവേഴ്സിന്റെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് എന്ന് പറയുമ്പോഴാണ് ക്യൂട്ട്. ലൈറ്റ് ഓഫ് ലൈറ്റ് ഓൺ. ബാറ്ററി പോവാതിരിക്കാനേ. കൊള്ളാല്ലേ? സൂപ്പറായില്ലേ? അപ്പൊ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അയക്കുന്ന ആൾക്ക് എന്തായാലും താങ്ക് യു കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റുഡിയോയിലേക്കുള്ള ഗിഫ്റ്റ് എന്തായാലും മിന്നിച്ച് കത്ത് നിൽക്കുന്നുണ്ട്. പോലെ എന്തോ എന്നാ സ്കൈ അങ്ങോട്ട് നോക്ക്. സ്കൈ അവിടെ നോക്ക്. പെണ്ണ് തിരക്കിലാണ് കേട്ടോ ഇവിടെ ബബിൾ റാപ്പിന്റെ മേലെ. അവക്ക് കുറച്ച് ഇങ്ങനത്തെ സാധനം മതി. എങ്കിപ്പാ അല്ലേ അതൊരു കഴിവാണ്. ഇത് വാങ്ങി ഒട്ടിക്കുന്നതാണോ? അല്ലല്ല, അവര് വരയ്ക്കുന്നയാ. അതെയോ? പെയിന്റ് നല്ല ഭംഗിയുണ്ടല്ലേ? രസമുണ്ടല്ലോ. നല്ല രസമുണ്ട്. ക്യൂട്ട്. ഇതെന്തായാലും നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയില് തൂക്കിയിരിക്കും. ഹലോ ഞാൻ തൂക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു ശരിയാക്കി തരും. തൂക്കിയത് തന്നെ. എന്ത് തൊട്ട് നോക്കുക. എന്താ എന്താ വേണ്ടേ? അത് വേണോ? സൂപ്പറാണോ? ഇറ്റായോ കൊച്ചിന്?
ഇപ്പൊ കിട്ടിയത് തന്നെ. അപ്പൊ കൂട്ടുകാർ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റുകൾ കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. അതേപോലെ എന്തായാലും നമ്മളെ ഈ അതിഥികൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ ഉണ്ടായിരിക്കും കേട്ടോ. ഫസ്റ്റ് ആയിട്ട് വന്നതായത് കാരണം അതേപോലെ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ല, നിങ്ങൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അത്ര വിശേഷം നാളെ കാണാം. സൂപ്പറാണോ? സൂപ്പറാ? സ്കൈ ടാറ്റ പറ. ഒരു മോറ്റാരെ